ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഇതുപോലെ കളർ പേപ്പർ ഉപയോഗിച്ചും കൊണ്ട് ഒരു ക്യൂബ് ഉണ്ടാക്കി നോക്കിയാലോ. സമചതുരാകൃതിയിലുള്ള 6 മുഖങ്ങളോട് കൂടിയ ഒരു ഘനരൂപമാണ് ക്യൂബ് അഥവാ സമചതുര കട്ട. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് 6 പേപ്പറുകളാണ് ആവശ്യമായിട്ടുള്ളത്. ഇനി ഓരോ പേപ്പറിനെയും സമചതുരങ്ങളാക്കി മാറ്റണം. സമചതുരം ആക്കുന്ന സമയത്ത് ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ചേർത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ബാക്കി വരുന്ന ഭാഗം മുറിച്ചു മാറ്റുക. ബാക്കിയുള്ള 5 പേപ്പറും ഇതുപോലെ സമചതുരങ്ങളാക്കി മാറ്റുക. എല്ലാ സമചതുരങ്ങളും തുല്യ അളവായിരിക്കണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഈ പേപ്പർ കൃത്യം 2ആയി മടക്കുക. ഈ മടക്ക് ഭാഗത്തേക്ക് 2 വശത്തു നിന്നും കൃത്യമായി മടക്കി കൊടുക്കാം. ഇനി ഇത് 2ആയി മടക്കാം. അടുത്തതായി നമുക്കിവിടെ സമചതുരത്തിന് മടക്കുന്നത് പോലെ ഈ ഒരു ഭാഗത്തേക്ക് ഈ ഒരു ഭാഗം ചേർത്ത് വെച്ച് കൊടുക്കാം. അതേ രീതിയിൽ ഈ ഒരു ഭാഗവും ചെയ്തെടുക്കാം. ഇനി ഈ മടങ്ങിക്കിടക്കുന്ന ചെറിയ ത്രികോണ ഭാഗം ഉൾഭാഗത്തേക്കായിട്ട് മടക്കി കൊടുക്കാം. ഇനി ഈ മടങ്ങിക്കിടക്കുന്ന വലിയ ത്രികോണ ഭാഗം ആദ്യം വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്കായി ഈ ഒരു ഭാഗം വെച്ചു കൊടുക്കാം. ഇതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തും ചെയ്യുക. ഈ ത്രികോണ ഭാഗം ഉള്ളിലേക്കായി വെച്ചു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് പോക്കറ്റ് പോലെ ലഭിക്കും. 4 പോക്കറ്റുകളായിട്ടാണ് കിട്ടുന്നത്. ഇതിൻ്റെ മറുവശത്തേക്ക് നീളം കൂടിയ ഭാഗം ഈ ഒരു പോയിന്റ് ഇവിടത്തേക്ക് മുട്ടുന്ന രീതിയിൽ ചേർത്ത് വെച്ച് കൊടുക്കാം. ഈ ഭാഗവും അതുപോലെ ചെയ്തെടുക്കാം. ഇതേ രീതിയിൽ ബാക്കി 5 പേപ്പറുകളും ചെയ്തെടുക്കാം. അപ്പോൾ 6 പേപ്പറുകളും റെഡിയായി കഴിഞ്ഞു. ഇനി ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്യൂബ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരു പേപ്പർ കുത്തനെ പിടിക്കുക. ഇതിൻ്റെ പോക്കറ്റിലേക്ക് അടുത്ത പേപ്പറിൻ്റെ വാല് പോലെ വരുന്ന ഭാഗം ഇട്ട് കൊടുക്കാം. അതേപോലെ ഈ ഒരു ഭാഗത്തും ഇട്ട് കൊടുക്കാം. ഈ ഒരു ഭാഗവും ഇതേപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 4 മുഖങ്ങൾ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ അടിവശത്ത് പേപ്പർ വെച്ചതിന് ശേഷം ഇതിൻ്റെ പോക്കറ്റിലേക്ക് ഈ ഒരു ഭാഗം ഇട്ട് കൊടുക്കാം.
ഈ രീതിയിൽ നമുക്ക് ക്യൂബ് ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ക്യൂബ് റെഡിയായി കഴിഞ്ഞു. ഇതേപോലെ തന്നെ പല കളറിലും പല വലിപ്പത്തിലുമുള്ള ക്യൂബുകൾ നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.